MSMന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തിയോഡലൈറ്റിന്റെ പാർട്ട് 2 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. പാർട്ട് 2-ൽ നമ്മൾ ഫണ്ടമെന്റൽ ലൈൻസ്, ടെമ്പററി ആൻഡ് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റുകൾ, അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ടേംസും അതിന്റെ ഡെഫിനേഷൻസും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ആദ്യം നമ്മൾ നോക്കാൻ പോണത് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റുകളാണ്. ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് 3 പോയിന്റുകളാണ് വരുന്നത്. ഒന്ന്, സെറ്റിംഗ് ഓവർ ദി സ്റ്റേഷൻ. സെറ്റിംഗ് ഓവർ ദി സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രൈപോഡ് എന്ത് ചെയ്യും, ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യും, നമ്മുടെ ഇൻസ്ട്രുമെന്റ് അതിന്റെ മേളിൽ ഫിക്സ് ചെയ്യും. അത് അപ്രോക്സിമേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ കൂടെ സെന്ററിങ്ങും കൂടെ ചെയ്യും. സെന്ററിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. പ്ലംബോബ് ഉപയോഗിച്ചിട്ടും ചെയ്യാം, ഒപ്റ്റിക്കൽ പ്ലിമറ്റ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. നമ്മളിവിടെ പ്ലംബോബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെന്ററിങ് ചെയ്യാറുള്ളത്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റുകളാണ്. ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് 3 പോയിന്റുകളാണ് വരുന്നത്. സെറ്റിംഗ് ഓവർ ദി സ്റ്റേഷൻ, ലെവലിംഗ് അപ്പ്, എലിമിനേഷൻ ഓഫ് പാരലാക്സ്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സെറ്റിംഗ് ഓവർ ദി സ്റ്റേഷൻ. അതായത് നമ്മളൊരു സ്റ്റേഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്യണു, ട്രൈപോഡ് എടുത്ത് വെക്കണു, അപ്രോക്സിമേറ്റ് ആയിട്ട് ലെവൽ ചെയ്യണു, അതിന്റെ മേളിൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് എടുത്ത് ഫിക്സ് ചെയ്യണു. ഇത്രയാണ് സെറ്റിംഗ് ഓവറിൽ വരുന്നത്. അതിന്റെ കൂടെ സെന്ററിംഗ് എന്ന് പറയുന്ന പോർഷനും കൂടെ വരുന്നുണ്ട്. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന സ്റ്റേഷന്റെ നേരെ മുകളിലായിട്ട് നമ്മളുടെ ഇൻസ്ട്രുമെന്റിനെ വെക്കുന്ന പ്രോസസ്സാണ് സെന്ററിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒപ്റ്റിക്കൽ പ്ലിമറ്റ് അല്ലെങ്കിൽ പ്ലംബിംഗ് ബോബ് വെച്ചിട്ടാണ്, പ്ലംബോബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് പ്ലംബോബ് ഉപയോഗിച്ചിട്ടാണ്. നമ്മളിവിടെ ട്രൈപോഡിന്റെ മുകളിൽ നമ്മുടെ തിയോഡലൈറ്റ് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യാണ്. ഫിക്സ് ചെയ്തിട്ട് താഴെ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കും. ഇങ്ങനെയാണ് നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള സെറ്റിംഗ് ഓവർ ദി സ്റ്റേഷൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ലെവലിംഗ് അപ്പ് ആണ്. സെക്കൻഡ് പോയിന്റ് ആയിട്ടുള്ള ലെവലിംഗ് അപ്പ് ആണ്. അത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് 3 ഫുഡ് സ്ക്രൂസ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്സ് കാണിച്ചപ്പോൾ പറഞ്ഞതാണ് 3 ഫുഡ് സ്ക്രൂസും അതുപോലെ തന്നെ റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് പ്ലേറ്റ് ലെവലും ആണ്. ഇപ്പൊ ഇതിന്റെ ലെവൽ തെറ്റിക്കിടക്കാണ് കേട്ടോ. ഇത് സെന്ററിലാവുമ്പോഴാണ് നമ്മളുടെ ലെവൽ ആവണത്. അപ്പോൾ ഈ ഫുഡ് സ്ക്രൂസും ലെവലിംഗ് സ്ക്രൂസും വെച്ചിട്ട് നമ്മൾ ഇത് സെന്ററിലാക്കുന്ന പ്രോസസ്സാണ് ലെവലിംഗ് അപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലെവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മളുടെ ഈ പ്ലേറ്റ് ലെവല് ഞാൻ എന്ത് ചെയ്തു, 2 ഫുഡ് സ്ക്രൂസ്, നമ്മൾ ഫുഡ് സ്ക്രൂസിന് A-B-C എന്ന് നെയിം ചെയ്തു എന്ന് വിചാരിച്ചോ. A-B എന്ന് പറയുന്ന 2 ഫുഡ് സ്ക്രൂസിന് ഒരു ഏകദേശം പാരലൽ ആയിട്ട് ഞാൻ എൻ്റെ പ്ലേറ്റ് ലെവൽ വെച്ചു. അതിനുശേഷം തമ്പും ഫസ്റ്റ് ഫിംഗറും ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്നെങ്കിൽ യൂണിഫോംലി ഇൻവേർഡ് അല്ലെങ്കിൽ യൂണിഫോംലി ഔട്ട്വേർഡ്, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ യൂണിഫോംലി ഇൻവേർഡ് ചെയ്യുമ്പോൾ നമ്മളുടെ എന്താവും, നമ്മളുടെ പ്ലേറ്റ് ലെവലിലെ ബബിള് സെന്റർ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കറക്റ്റായിട്ട് സെന്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ വെച്ചിരിക്കുന്ന പൊസിഷന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ പ്ലേറ്റ് ലെവലിന്റെ പൊസിഷൻ വെക്കുക. ഓക്കെ, പതുക്കെ തിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ പ്ലേറ്റ് ലെവലിന്റെ പൊസിഷൻ ഇപ്പോൾ ഇരുന്ന പൊസിഷന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളുടെ പ്ലേറ്റ് ലെവലിന്റെ പൊസിഷൻ വെച്ചു. എന്നിട്ട് മൂന്നാമത്തെ C എന്ന് പറയുന്ന ഫുഡ് സ്ക്രൂ മാത്രം ഉപയോഗിച്ചിട്ട് പ്ലേറ്റ് ലെവല് സെന്റർ ആക്കാൻ പോവാണ്. മൂന്നാമത്തെ ഫുഡ് സ്ക്രൂ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ സെന്റർ ചെയ്യുന്നത്. ആ സ്ക്രൂ നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം നമ്മൾ തിരിക്കണു. അപ്പോൾ ബബിൾ ട്യൂബ് സെന്ററിലേക്ക് വരും. ഏകദേശം സെന്ററായി. നമ്മളുടെ ഫുഡ് സ്ക്രൂ സെന്ററായി. ഇനി വീണ്ടും നമ്മൾ ഇതിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണു. നേരത്തെ ആദ്യം നമ്മൾ A-B എന്ന് പറയുന്ന ഫുഡ് സ്ക്രൂവിന് പാരലാക്കി വെച്ചതുപോലെ തന്നെ വീണ്ടും പാരലാക്കി വെക്കണു. അപ്പോൾ ചെറിയൊരു വ്യത്യാസം ബബിൾ ട്യൂബിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണു, നമ്മൾ കറക്റ്റ് ആക്കണം. ഓക്കെ, സെന്ററായി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഈ പൊസിഷന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വീണ്ടും നമ്മളുടെ പ്ലേറ്റ് ലെവലിനെ കൊണ്ടുപോകണു. അവിടെ സെന്റർ ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ലെവലിംഗ് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 പൊസിഷനിലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലെവലിംഗ് ആ ബബിൾ ട്യൂബ് സെന്ററിൽ വരുന്നത് പോലെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് 2 പ്രാവശ്യം ചെയ്തിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യവും ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് 2 പൊസിഷനിലും എന്താക്കണം, നമ്മളുടെ ഈ ബബിൾ ട്യൂബിലെ ബബിള് സെന്ററിലേക്ക് ആക്കണം. അതാണ് ലെവലിംഗ് അപ്പിൽ വരുന്ന പ്രൊസീജിയർ. ലെവലിംഗ് അപ്പ് ചെയ്യാന്ന് പറയുന്നതിലൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്,
നമ്മളുടെ വെർട്ടിക്കൽ ആക്സിസ് ഉണ്ട്, ആ ആക്സിസ് ട്രൂലി വെർട്ടിക്കൽ ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലെവലിംഗ് അപ്പ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് പാരലാക്സ് എന്നാണ്. അതായത് എലിമിനേഷൻ ഓഫ് പാരലാക്സ് എന്താന്ന് പറയാം. പാരലാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ടെലിസ്കോപ്പിൽ കൂടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ക്രോസ് എയറും കാണണം, അതുപോലെ തന്നെ ഒബ്ജക്റ്റിനെയും നമുക്ക് വിസിബിൾ ആയിരിക്കണം. പക്ഷെ നമ്മൾ ആദ്യം കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ സെറ്റിംഗ് അപ്പ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ അല്ലാത്ത ആ ഒരു കണ്ടീഷനാണ് നമ്മൾ പാരലാക്സ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എലിമിനേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ക്രോസ് എയറും അതുപോലെ തന്നെ നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് പ്രൊസീജിയറാണ് അതിനുള്ളത്. ഒന്ന് ഫോക്കസിങ് ദി ഐ പീസും, രണ്ടാമത്തത് ഫോക്കസിങ് ദി ഒബ്ജക്റ്റീവും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ടെലസ്കോപ്പില് ഈ ക്ലാമ്പിനെ നമ്മൾ പറയുന്നതാണ് ഐ പീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഐ പീസ് നമ്മൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യും, നമ്മൾക്ക് കാണണ്ട ഈ ക്രോസ് എയറിനെ നമ്മൾ കറക്റ്റ് ആക്കി വെക്കും. അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പറിലോ അല്ലെങ്കിൽ സ്കൈയിലേക്കോ നോക്കിയിട്ട് നമുക്ക് ഈ ഐ പീസിനെ തിരിക്കാവുന്നതാണ്. തിരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ക്രോസ് എയർ എന്താവും, കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അതിനുശേഷം ഇതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവിന്റെ ക്ലാമ്പാണിത്. ഈ ക്ലാമ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കാണേണ്ട ഒബ്ജക്റ്റിനെ നമ്മൾ കറക്റ്റ് ആക്കുന്നത്. അപ്പോൾ രണ്ട് പോയിന്റ് ആണ് വരുന്നത്. ഫോക്കസിങ് ദി ഐ പീസ്, ഐ പീസ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ക്രോസ് എയറുകൾ കറക്റ്റ് കാണുന്ന രീതിയിലാക്കും. പിന്നെ ഫോക്കസിങ് ദി ഒബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ കാണേണ്ട ഒബ്ജക്റ്റിനെ കറക്റ്റ് പൊസിഷനിൽ നമ്മൾ എത്തിക്കും. ഇതാണ് എലിമിനേഷൻ ഓഫ് പാരലാക്സ് എന്ന് പറയുന്ന പോയിന്റ്. ഇങ്ങനെ ഈ 3 സ്റ്റെപ്പുകൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ എന്താവുന്നത്, ടെമ്പററി അഡ്ജസ്റ്റ്മെന്റുകൾ കംപ്ലീറ്റ് ആവുന്നത്. അടുത്ത നമ്മൾ പറയാൻ പോണത് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ 5 എണ്ണം ഉണ്ട്. ആദ്യത്തെ 3 എണ്ണമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ ആക്സിസ് ഓഫ് പ്ലേറ്റ് ലെവൽ മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ ആക്സിസ്. ഇതാണ് നമ്മളുടെ പ്ലേറ്റ് ലെവൽ വരുന്നത്. അതിന്റെ സെന്ററിൽ കൂടെ ഒരു ആക്സിസും, ഇതാണ് നമ്മളുടെ ടെലസ്കോപ്പിന്റെ സെന്ററിൽ കൂടെയാണ് നമ്മളുടെ വെർട്ടിക്കൽ ആക്സിസ് പോണത്. അപ്പൊ അത് രണ്ടും എന്തായിരിക്കണം, പെർപെൻഡിക്കുലർ ആയിരിക്കണം. രണ്ടാമത്തേത് പറയുന്നത് ദ ലൈൻ ഓഫ് കോളിമേഷൻ ആൻഡ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ഷുഡ് ബി കോയിൻസൈഡ് ഈച്ച് അതർ. അതായത് എന്താ, ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ സെന്ററിൽ കൂടെ തന്നെ അല്ലെ, ടെലസ്കോപ്പിന്റെ സെന്ററിൽ കൂടെ പോകുന്നതാണ് ലൈൻ ഓഫ് കോളിമേഷനും. അതുപോലെ തന്നെയാണ് എന്ത്, ടെലസ്കോപ്പിന്റെ ആക്സിസ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഇതിന്റെ സെന്ററിൽ കൂടെ പോകുന്നത് തന്നെയാണ്. അപ്പൊ അത് രണ്ടും എന്തായിരിക്കണം, കോയിൻസൈഡ് ഈച്ച് അതർ ആയിരിക്കണം, കോയിൻസൈഡ് ചെയ്യണം. ഇതൊക്കെ നമ്മളുടെ ഇമാജിനറി ലൈൻസ് ആണ്. നമുക്കതപ്പോ ഇങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്താ, ഹൊറിസോണ്ടൽ ആക്സിസ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ ആക്സിസ്. എന്താണ് ഹൊറിസോണ്ടൽ ആക്സിസ്, ഈ വെർട്ടിക്കൽ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഇങ്ങനെ പോകുന്ന ലൈൻ, ഇങ്ങനെയാണ് ഹൊറിസോണ്ടൽ ആക്സിസ്. ടെലസ്കോപ്പിന്റെ സെന്ററിൽ കൂടെയാണ് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞു. അപ്പൊ അത് രണ്ടും എന്തായിരിക്കണം, പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇതാണ് നമ്മളുടെ ആദ്യത്തെ 3 പോയിന്റ്സ്. ഇനി അടുത്ത 2 പോയിന്റ്സും കൂടെ പറയാം. പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റിലെ 4-മത്തെയും 5-മത്തെയും പോയിന്റ് ആണ് അടുത്ത് പറയാൻ പോണത്. 4-മത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ ലൈൻ ഓഫ് കോളിമേഷൻ ഷുഡ് ബി പാരലൽ ടു ദി ആക്സിസ് ഓഫ് ദി ബബിൾ ട്യൂബ്. ഇതാണ് ബബിൾ ട്യൂബ് എന്ന് പറയുന്നത്. ഇവിടെ ഇതിന്റെ സെന്ററിൽ കൂടെ, ടെലസ്കോപ്പിന്റെ സെന്ററിൽ കൂടെ പോകുന്നതാണ് എന്ത്, നമ്മളുടെ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. അത് രണ്ടും എന്തായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്, പാരലൽ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് 4-മത്തെ പോയിന്റ്. 5-മത്തെ പോയിന്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ സർക്കിൾ വെർനിയർ മസ്റ്റ് ബി റീഡ് 0 വെൻ ദ ലൈൻ ഓഫ് കോളിമേഷൻ ഈസ് ഹൊറിസോണ്ടൽ. നേരത്തെ പറഞ്ഞു ലൈൻ ഓഫ് കോളിമേഷൻ എന്താന്ന് പറഞ്ഞു, നമ്മളുടെ ടെലസ്കോപ്പിന്റെ സെന്ററിൽ കൂടെ ഉള്ള ഇമാജിനറി ലൈനാണ് ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറഞ്ഞു അല്ലെ. അത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കുമ്പോൾ, ഇപ്പൊ ഈ ഇരിക്കുന്ന പൊസിഷനാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. ഈ ഹൊറിസോണ്ടൽ ആയിരിക്കുമ്പോൾ നമ്മളുടെ വെർട്ടിക്കൽ സർക്കിളിൽ എന്തുണ്ട്, സി സ്കെയിലും ഡി സ്കെയിലും ഉണ്ട് അല്ലെ. അതില് സി സ്കെയിലിൽ എന്തായിരിക്കണം, 0 റീഡ് ചെയ്യണം എന്നാണ് എന്ത് പറയുന്നത്, 5-മത്തെ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റുകൾ പറയുന്നത്. ടെമ്പററി അഡ്ജസ്റ്റ്മെന്റുകളും പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കണു. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ചോദിക്കുക, അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഡെഫിനേഷൻസും ടേംസും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ലോങ് വീഡിയോസ് വേണ്ടാത്തത് കൊണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്